എല്ലാവർക്കും ആദം സേറ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലഞ്ച് കഴിക്കാൻ പോവുക. ഇന്നാണെങ്കിൽ എൻ്റെ പഴങ്കഞ്ഞി നല്ല ചുമലരി. ഇന്നലെ ശാലം കൂടുതൽ അരിയിട്ട് എനിക്കാണെങ്കിൽ രാവിലെ ഒരെണ്ണം വരെ പോകണമായിരുന്നേ. വന്നിട്ട് ഉണ്ടാക്കുന്നതിന് അത് കാരണം ഇട്ടാലേ കുറച്ച് ചോറങ്ങ് ഇട്ട് കൂടുതൽ പോയിട്ട് വന്ന് കഴിക്കാൻ പോവുക. പഴങ്കഞ്ഞിയ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പൂച്ചയ്ക്കും കൊണ്ട് കൊടുക്കുക. ഓക്കെ, ഇച്ചിരി വെള്ളമോടെ ഒഴിക്കട്ടെ. ഓക്കെ, ഇത് കഴിച്ച് കഴിഞ്ഞിട്ടേ ബാക്കി എടുക്കാം. പിന്നെ കുറച്ചെൻ്റെ പൂച്ചയ്ക്ക് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. കറിയാണെങ്കിൽ ഇന്നലത്തെ ചില ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ മെഴുക്കുവരട്ടി വെച്ചു, അത് ചാല ഇരിപ്പുണ്ട്. പിന്നെ മുളക് ചമ്മന്തി ഇന്നലെ രാത്രി ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇതും കൂട്ടിയാൽ പഴയഞ്ഞി കഴിക്കാൻ പോകുന്നത്. മുളക് ചമ്മന്തിയും മെഴുക്കുവരട്ടിയും. പിന്നെ മീനുണ്ട്. രാവിലെ പോയി മീൻ വാങ്ങിച്ച് 1 കിലോ 340 രൂപ ഇതിന് ചൂടയ്ക്ക്. അത് കുറച്ചെടുത്ത് വറുത്ത് 1/2 കിലോയെ വാങ്ങിച്ചുള്ളൂ. വേണ്ട, കഴിക്കട്ടെ. ഇനി കഴിക്കട്ടെ. ഉപ്പ് അടിക്കാൻ മറന്നുപോയി. ഓക്കെ, ഉപ്പ് ഒഴിച്ചു. വേണ്ടേ, നല്ല രുചിയായിരിക്കും. ഇട്ട് ഇച്ചിരി മെഴുക്കുവരട്ടിയും കൂടെ. മീനെടുത്തില്ല, അവിടുന്ന് മീനോട് എടുക്കട്ടെ. മീനും എടുത്ത്. മീനെല്ലാം എന്നാ വിലയാണെന്നറിയോ? ആകെ പഴിച്ച വില കുറവുള്ള പറഞ്ഞാൽ സിലോപ്പി ഉണ്ടായിരുന്നു. അതിന് 220 രൂപ 1 കിലോയ്ക്ക്. മത്തിക്കാണെങ്കിൽ 300-320 രൂപയുണ്ട്. അയിലയ്ക്ക് 300. കരിമീൻ 580. കാളാഞ്ഞിക്കും 560 ഉണ്ട്. നല്ലതായിരുന്നു. ക്യാരറ്റും കിഴങ്ങും കൂടെ മെഴുക്കോട്ട് വെച്ചു. ബാക്കി മീൻ്റെ പറഞ്ഞില്ലല്ലോ. ഓലക്കൊഴുവ 480. കേര 460. പിന്നെ കൊഞ്ച് 480 580 ഉണ്ട്. എല്ലാം 400. 300 400. എന്നാ വില? ഞാൻ പോയി ഒരു കോഴി വാങ്ങിച്ചാൽ അതിനും വില. അത് കാരണം ഇത് വാങ്ങിച്ചു. ചൂട ചിലത് കൊഴുവ നേണ്ടൊക്കെ പറയും. 340 രൂപ 1/2 കിലോ വാങ്ങിച്ചു. 170 രൂപയായി. അകത്തുനിന്ന് കുറച്ചെടുത്ത് വറുത്ത് ബാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചു.
ഞാൻ ഈ വീഡിയോ അല്ലാതെ ഈ കൊഴുവ വാർത്ത ഉണ്ടല്ലോ ചൂടാ, ആ വാർത്തേൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതും കാണണം കേട്ടോ. മീൻ വെട്ടി റെഡിയാക്കുന്നതും പിന്നെ വറക്കുന്നതുമല്ല. ആ വെട്ടി അവിടെ നിന്ന് അത് ക്ലീൻ ചെയ്യുന്നു, വറക്കുന്നതൊക്കെ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വരുന്നേ, എൻ്റെ പൂച്ച വളരുന്നു, കരയുന്നു. എന്നാ നോക്കട്ടെ, ഒന്ന് നോക്കിയിട്ട് വരട്ടെ, എന്നിട്ട് വന്ന് കഴിക്കാം. ആരാണ്ട് വന്നല്ലോ. ആഹാ, കൊറിയറുകാരനാ. ഇന്നലെ വന്നായിരുന്നില്ലേ? ഞങ്ങളെ പൂച്ച ഓടിയല്ലോ. ഓക്കെ, ഇപ്പോൾ എടുത്ത് തരാവേ. ഞാൻ കഴിയട്ടെ, കഴിച്ചോണ്ടിരിക്കുമായിരുന്നു. നിനക്ക് ഇപ്പം ഇട്ട് തരാം ചോറ്. അതാ പുറത്തു വന്ന് കഴിച്ചില്ലായിരുന്നു പൂച്ചയെ കൂടെ. കഴിച്ചോ? കരയുണ്ട്, ഇപ്പം ഇട്ട് തരാം ചോറ്. ആ പൂച്ച കിടന്ന് കരഞ്ഞതേ, അവർ കൊറിയർ വന്നു, അതായിരിക്കും കിടന്ന് കരഞ്ഞത്. ഇപ്പം ഇട്ട് തരാടാ തീറ്റ. തീറ്റ അമ്മ പോയോ? പോയൊന്ന് പോയി. ആ ഇല്ല, അതാണ് ഇവിടെ ഇപ്പോൾ. പെട്ടെന്ന് കഴിച്ചിട്ട് ഇട്ട് കൊണ്ട് ചോറിട്ട് തരാം. ഞാൻ കഴിക്കട്ടെ, ഇപ്പോൾ കഴിച്ചു കഴി. അവിടെ ഇരുന്നു. കഴിക്കട്ടെ ഇനി. ആ ആൾ വന്നുകൊണ്ടായിരിക്കും കിടന്ന് കരഞ്ഞത് പൂച്ച. പട്ടി കുരയ്ക്കുന്നത് കാണും, പക്ഷേ പൂച്ചയ്ക്ക് കഴിയുന്ന കഴിയുമോ ആരെങ്കിലും വരുമ്പോൾ? കൊള്ളാം. ആ എരിവുള്ള മുളകാണ്, അതിന് നല്ല എരിവ് കൊണ്ടുവരും. അത് ഉള്ളി, പച്ചമുളക്, ഞാൻ കഴിക്കുന്ന വീഡിയോ നിർത്തുവാ. ബാക്കിയുടെ കാണും കേട്ടോ, എൻ്റെ പൂച്ച കൂടെ കൊടുക്കുന്നത്. ഞാൻ കഴിച്ചു കഴിഞ്ഞേ, എൻ്റെ പൂച്ച കൊണ്ട് ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ, ഒരെണ്ണോട് എടുക്കാം. ഇതോടെ എടുക്കും. ഓക്കെ, ഇന്ന് നല്ലോണം നടക്കട്ടെ. മീനിട്ട് ഇളക്കിയേ. ഓക്കെ, ഇനിയേ ആ പൂച്ച കൊണ്ട് ഇട്ട് കൊടുക്കട്ടെ. ഇപ്പം ചെറുതോടെ ജലദോഷം എടുക്കുന്നു. എന്നാ ഓക്കെ, എല്ലാം റെഡിയാണ്. ഉപ്പും മീനും എല്ലാം ഇട്ട് കൊടുക്കട്ടെ. പൂച്ച കൊണ്ട് ഇട്ട് കൊടുത്തു. 2 പേരേ ഉള്ളൂ. ആണ് 2 താഴെ ഇരിക്കും, കുഞ്ഞുങ്ങൾ 2 കണ്ടോ ഇരിക്കുന്നത്. ഒരെണ്ണം തീടാ. അതെ വന്നു. കഴിക്കും, പെട്ടെന്ന് കഴിക്കും. കഴിച്ചോ? ഇതിൻ്റെ കൂടെ ഉള്ളതിനെ ഒരെണ്ണത്തിനെ കാണുന്നില്ല. ഇതിൻ്റെ കൂടെ 2 ചത്തുപോയി.
ആണ്ട് പോകുന്നു കുഞ്ഞുങ്ങളൊക്കെ അതിലോട്ട് തീറ്റി കഴിഞ്ഞ് ബാങ്ങ് ഞങ്ങളും പെട്ടെന്ന് കഴിക്കാട്ടോ. ഞാൻ പോവാം. വയറ് കുറച്ച് കഴിച്ചോണം കേട്ടോ. ആ കൊച്ചു പൂച്ചങ്ങൾ വന്ന് തിന്നില്ല കേട്ടോ, അതങ്ങ് പോയി തലയെടുക്കലോട്ട്. നിങ്ങൾ കഴിക്കും. എന്തായാലും എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സേറ ബ്ലോഗ്സ്. ഇനി ഇത് വൈകുന്നേരത്തേക്കും പിന്നെ നാളെ ഉച്ചക്കത്തേക്കും കൂടെ ഉണ്ട് എനിക്കും എൻ്റെ പൂച്ചയ്ക്കും. മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ്. കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സഹായിക്കണം.